ഇനി എന്തിനാ നിന്റെ ക്ഷമ? നീ ഇങ്ങനെ ക്ഷമ ചോദിച്ചിട്ട് എന്താ കാര്യം? എന്റെ മോന് കൊണ്ടിട്ട് ദണ്ണം മാറുവോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണോന്ന് അമ്മായി പറയുന്നേ? സത്യം പറ, ആരാവൻ? അവന് നീയുമായിട്ട് എന്താ ബന്ധം? അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാതെ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയടി, ഈ കുടുംബത്തിൽ ആർക്കും അവനെ അറിയത്തില്ല. അവൻ അറിയാവുന്നത് നിന്നെ മാത്രം. എന്താ ഇതിന് പിന്നിലെ രഹസ്യം? പറ. തനിക്ക് അവനെ അറിയില്ലേ സ്വാതി? ഇല്ല, എനിക്കറിയില്ല. ദയവ് ചെയ്ത് ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. ഇത് അവളുടെ കള്ളത്തിന് തോന്നിയില്ലേ? അവക്കറിയാം അവൻ ആരാണെന്ന്, പക്ഷെ പറയില്ലെന്നുള്ള വാശിയാ. അമ്മായി, തൽക്കാലം ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കരുത്. സ്വാതിയോട് സമാധാനമായിട്ട് ഞാൻ തന്നെ ചോദിക്കാം. ഇപ്പോ രാജീവ് വിശ്രമിക്കട്ടെ. ഭർത്താവ് അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഒരു ഭാര്യയ്ക്കുണ്ടാവുന്നത് അത്ര നല്ലതല്ല. അത് ഓർമ്മ വേണം. നിനക്ക് അയ്യോ, ആ മൂക്കിന്റെ ഒരു ഗതിയെ. എടി, എന്ത് തെറ്റ് ചെയ്തിട്ട് എന്റെ ഭർത്താവിന് ഗതി വന്നത്? പറയടി. നിങ്ങൾക്ക് കിട്ടേണ്ട അടിയാ ആ പാവ രാജീവേട്ടൻ വാങ്ങിച്ചു കൂട്ടിയത്. നീ ഇങ്ങനെ മൗനിയായിട്ട് നിൽക്കുന്നതിനെ ഒരൊറ്റ കാരണേ ഉള്ളൂ. ആ വന്നവനെ നിനക്കറിയാം. ദിവസവും സർക്കിട്ട് ആയിരുന്നല്ലോ. തോന്നുമ്പോ പോകുന്നു, തോന്നുമ്പോ വരുന്നു. അതിനിടയ്ക്ക് ആരുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചത്? ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾ ആരും അത് വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാനത് പിന്നീട് ഒരു അവസരത്തിൽ പറഞ്ഞോളാം. നിക്കടി. നീ കാരണം ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കില്ലെന്ന് നീ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്നിട്ടിപ്പ എന്തായി? ഈ വീടിന്റെ സമാധാനം മുഴുവൻ പോയില്ലേ? അതെ, എന്റെയും ഇവളുടെയും ദേഹത്ത് ആ തെമ്മാടി കൈവച്ചത് നീ കാരണമാ. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. എന്റെ പഴയ രീതി നീ എടുപ്പിക്കരുത്. അറിയാലോ നിനക്കെന്നെ. എന്റെ പേര് പറഞ്ഞ ആര് നിങ്ങളെ എന്ത് ചെയ്താലും അതിനുള്ള പകരം ഞാൻ ചോദിക്കും. ചെയ്യാത്ത തെറ്റിനെ എന്റെ ദേഹത്ത് കൈവച്ചാ നിന്നെ ഞാൻ ഞെക്കി പൊട്ടിക്കും. ഇവിടെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോ അത് അന്വേഷിക്കാനേ നിന്റെ വേറൊരു സിൽബന്തി വന്നിരുന്നു. ആ കൊള്ള വൈദ്യൻ ഏറാടി. അയാൾ അപ്പൊ തന്നെ ഇവരെ വിളിച്ച് പറഞ്ഞു കാണും ചേച്ചി. ഇവർക്കെല്ലാം അറിയാം. വെല്ലിച്ചനും രാജീവേന്റെ അച്ഛനും കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയിട്ടുണ്ട്. അവരൊന്ന് വന്നോട്ടെ. അത് കഴിഞ്ഞ ഇതായിരിക്കില്ല നിങ്ങൾ നേരിടാൻ പോകുന്ന വിചാരണ. ചിലപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. എന്തും വരട്ടെ, നേരിടാൻ ഞാൻ തയ്യാറാ. ആരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഇപ്പൊ ഈ സംഭവത്തിന് നിങ്ങളോട് ഞാൻ മാപ്പ് പറയും. തൽക്കാലം അത്രേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു നിസ്സാരമായ ക്ഷമ പറച്ചിലിൽ ഇത് ഒതുങ്ങുമെന്ന് നീ വിചാരിക്കണ്ട. നിങ്ങൾ ഇതിന് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളോട് വഴക്കിടാൻ ഞാനില്ല. ഇപ്പൊ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനുമില്ല. എന്താ നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്കിനി ജീവിക്കണ്ട. ഈ വീട്ടില് ഞങ്ങളുടെ മാനത്തിന് പോലും ഒരു സുരക്ഷയില്ലാണ്ടായി. അത് കലക്കി. നീ ഇങ്ങനെ കരയാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇത് കണ്ടോ? ഈ കവളത്താ തെമ്മാടി അടിച്ചത്. പിന്നെ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അറിയോ?
എന്നെയും തല്ലിയേട്ടാ. ഞങ്ങൾ എന്ത് തെറ്റെയ്തിട്ടാ ആ ദുഷ്ടൻ ഞങ്ങളെ തല്ലിയത്? ഈ വീട്ടിൽ കയറി വന്ന് ഇത്രയും തോന്നിവാസം കാണിക്കാൻ ആ തെമ്മാടിക്ക് ധൈര്യം വന്നത് എങ്ങനാ? ഈ വീട്ടിലെ ആണുങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടാണെന്നല്ലേ കേൾക്കുന്നവര് വിചാരിക്കത്തുള്ളൂ. സ്വാതിയടുത്തേക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അവൾ എവിടെ പോന്നു, ആരെ കാണുന്നു, എന്തെങ്കിലും നീലിനോട് പറയാറുണ്ടോ? ആരാ ഈ സുധി? അവൻ എന്തിനാ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത്? അടികൊണ്ട് ഞങ്ങൾക്ക് അതറിയാനുള്ള അവകാശമില്ലേ നീലെ? ഇല്ലെങ്കിൽ ഏട്ട് സ്വാതിയടുത്തോട് ചോദിക്കേ ആരേ സുധിയെന്ന്. ഈ വീട്ടിൽ കയറി വന്ന് സ്വന്തം അനിയത്തിയുടെ ദേഹത്ത് കൈവച്ചവൻ ആരാണെന്ന് നീല് പോയി സ്വാതിയോട് ചോദിക്കും. അവര് പറയില്ല ഗൗരിയേച്ചി, ഏട്ടിനെ പോലെ അവർക്ക് പുല്ല് വിലയാ. നീലെ, ഈ വീട്ടിനകത്ത് വെച്ച് ഞങ്ങളുടെ ദേഹത്ത് കൈവച്ചവൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീ നോക്കിക്കോ, ഇല്ലെങ്കിൽ ഈ വീടിനകത്ത് തല തല്ലി ചാവും ഞാൻ. മതി. ഇനി ബാക്കിയൊക്കെ നീല് ചെയ്തോളും. സത്യം പറ, ആരാവൻ? അവന് നീയുമായിട്ട് എന്താ ബന്ധം? അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാതെ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയടി, ഈ കുടുംബത്തിൽ ആർക്കും അവനെ അറിയത്തില്ല. അവൻ അറിയാവുന്നത് നിന്നെ മാത്രം. എന്താ ഇതിന് പിന്നിലെ രഹസ്യം? പറ. ഇനി മേലിൽ നീ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞ ഇതായിരിക്കില്ല അനുഭവം. നീ ഇങ്ങനെ മൗനിയായിട്ട് നിൽക്കുന്നതിനെ ഒരൊറ്റ കാരണേ ഉള്ളൂ. ആ വന്നവനെ നിനക്കറിയാം. ദിവസവും സർക്കിട്ട് ആയിരുന്നല്ലോ. തോന്നുമ്പോ പോകുന്നു, തോന്നുമ്പോ വരുന്നു. അതിനിടയ്ക്ക് ആരുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചത്? സ്വാതി, എന്തൊക്കെയാ സ്വാതി ഇവിടെ സംഭവിക്കുന്നത്? ആരാ അവൻ? എന്താടോ, തനിക്കൊന്നും പറയാനില്ലേ? അമ്മായിയും രാജീവും ഗൗരിയൊക്കെ ചോദിച്ച ചോദ്യത്തിന് താൻ എന്താ മറുപടി പറയാത്തത്? സ്വാതി, തന്റെ പേര് പറഞ്ഞ ഒരുത്തൻ ഈ വീട്ടിൽ കയറി വന്ന് എന്റെ അനിയത്തിയുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറ സ്വാതി, ആരാ തെമ്മാടി? അത് എനിക്കറിയില്ല. സ്വാതി, താൻ എന്തിനാണോ ഇങ്ങനെ ഭയക്കുന്നത്? എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആ അവൻ തന്നെയാണോ ഇന്ന് ഈ വീട്ടിൽ കയറി വന്ന് തെമ്മാടിത്തരമൊക്കെ കാണിച്ചത്? ഏട്ടാ പ്ലീസ്, എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത്. മിണ്ടരുത് നീ. താൻ എന്താ വിചാരിച്ചത്? എന്തും സഹിക്കാൻ മാത്രം കഴിയുന്ന ഒരു മരപ്പാവയാണ് ഞാനെന്നോ? തനിക്കറിയാം അവൻ ആരാണെന്ന്. സത്യം താൻ എന്നോട് പറഞ്ഞേ പറ്റൂ. പറയാൻ അവൻ ആരാ? ഏട്ടാ ദയവേത് എന്നോടൊന്നും ചോദിക്കരുത്. പിന്നെ ആരോടാ ഞാൻ ചോദിക്കേണ്ടത്? എനിക്കിപ്പോ ഇതിന് ഉത്തരം കിട്ടിയേ പറ്റൂ. താൻ എവിടെ പോകുന്നു, വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നൊന്നും ഞാൻ ഒരിക്കലും പിന്നാലെ വന്ന് അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഞാനൊരു കഴിവുകെട്ട പോങ്ങൻ ഭർത്താവാണെന്ന് താൻ ധരിക്കരുത്. ഈ വീട്ടിൽ സംഭവിച്ച എല്ലാത്തിന്റെയും പിന്നിൽ എന്താണെന്നും അത് ചെയ്തത് ആരാണെന്നും താൻ എന്നോട് പറഞ്ഞേ പറ്റൂ. ഏട്ടൻ ഇനി എന്തൊക്കെ ചോദിച്ചാലും എനിക്ക് പറയാൻ ഒറ്റ ഉത്തരേ ഉള്ളൂ, എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ അച്ഛൻ പോയിട്ടുണ്ടല്ലോ. അവരന്വേഷിച്ചോളും അവൻ ആരാണെന്ന്.
ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ തെറ്റുകൊണ്ടല്ല ഇവിടെ സംഭവിച്ചതൊന്നും. ഞാൻ ഇതിനൊന്നും ഉത്തരവാദിയുമല്ല. തൊള്ളം പറയുന്നോടി. നീലേ, ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. ഇപ്പൊ അതുമായി. നീ അവളെ തല്ലിയത് തെറ്റായിപ്പോയി. അത് സാരമില്ല അച്ഛാ. എനിക്കൊരടിയുടെ കുറവുണ്ടെന്ന് ഏട്ടന് തോന്നിക്കാണും, അല്ലേ ഏട്ടാ? ഭാര്യ ഒന്ന് തല്ലാനുള്ള അവകാശം ഏത് ഭർത്താവിനും ഉണ്ട്. ഇനി എത്ര തല്ല് വേണമെങ്കിലും കൊള്ളാൻ എനിക്കൊരു മടിയുമില്ല. ഏട്ടന്റെ കൈകൊണ്ടല്ലേ എനിക്കതിൽ സന്തോഷമുള്ളൂ. മോളെ, ഇനി അച്ഛനും എന്നെ തല്ലണമെന്നുണ്ടോ? തല്ലിക്കോ. അതിനെനിക്ക് കഴിയില്ല മോളെ. പക്ഷെ ഇവിടെ എല്ലാവരും ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അറിയാൻ അച്ഛനും അവകാശമുണ്ട്. നീ അത് പറഞ്ഞേ പറ്റൂ. കാരണം നിന്റെ പേരിൽ ഇന്ന് ഈ വീട്ടിൽ സംഭവിച്ചത് ഒരു നിസ്സാര കാര്യമല്ല. ഈ വീടിന്റെ അടിത്തറ ഇളക്കാൻ ശക്തിയുള്ള ഒരു ഭൂകമ്പമാണ്. താഴെ രാജീവിന്റെ അച്ഛനും അമ്മയും ഇരിപ്പുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്നത് നിന്റെ മറുപടിക്ക് വേണ്ടിയിട്ടാണ്. എന്താ വേണ്ടതെന്ന് നീ തന്നെ ആലോചിക്കുക. നോക്കട്ടെടി നിന്റെ കവിളിലെ പാട്. തൽക്കാലം ഇത് മതി. പക്ഷെ ഒന്ന് നീ ഓർത്തോ, ഇതേ ഒരു തുടക്കം മാത്രമാ. ഇതിനേക്കാൾ വലുതേ നീ ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഓഹോ, അത് ശരി. എന്നാ പിന്നെ അതും കൂടി ഞാൻ അനുഭവിക്കാം. അപ്പൊ നിങ്ങൾക്ക് സന്തോഷാവുമല്ലോ. നോക്ക് ഗൗരിയേച്ചി, അടി കൊണ്ടിട്ട് ഇവർക്ക് വല്ല കൂസലുണ്ടോന്ന്. നമ്മളെ കാണിക്കാൻ പുറമെ കാണിക്കുന്നതല്ലേടി ഇവളുടെ ഈ പ്രകടനം. ഇവളുടെ ഉള്ളിലെ ഇപ്പൊ ചോര പൊടിയുന്നുണ്ടാവും, അല്ലേടി? നിങ്ങൾക്കേ തെറ്റിപ്പോയി. ഒരുപാട് നാളായി എന്റെ കരച്ചില് കാണാൻ നേർച്ച നേർന്ന് നടക്കുന്നവരാ നിങ്ങള് രണ്ടാളോന്ന് എനിക്കറിയാടി. പക്ഷേ സ്വാതിയെ കരയിക്കാൻ ഇതൊന്നും പോരാ. അതെനിക്കും അറിയാം. പക്ഷേ അനിയത്തിയുടെ ദേഹത്തൊരു തെമ്മാടി കൈവച്ചപ്പോ നീലിന്റെ നെഞ്ചു പൊള്ളിയത് നീ കണ്ടതല്ലേ? എടി, നീ എന്ത് ചെയ്താലും നീല് നിന്നെ സംരക്ഷിക്കുമെന്ന നിന്റെ അഹങ്കാരത്തിനേറ്റ അടിയടി നിനക്കിപ്പൊ കിട്ടിയത്. ഇവിടുന്ന് അങ്ങോട്ട് ഇവർക്കിനി എത്ര തല്ല് കൊള്ളേണ്ടതാ ഗൗരിയേച്ചി. എന്തായാലും ഏട്ടൻ നല്ല നട്ടലുള്ള ആണാണെന്ന് തെളിയിച്ചു. അതിലെനിക്ക് അഭിമാനേ ഉള്ളൂ. എന്തിന്? തല്ലുകൊണ്ടതിനോ? അല്ലടി, നട്ടലുള്ള ഒരുത്തന്റെ ഭാര്യയാണ് ഞാനെന്ന് പറയാൻ. ഭാര്യ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നവൻ എന്നൊന്നും ഞാൻ രാജീവിനെ കുറ്റം പറയുന്നില്ല. പക്ഷെ എന്നാലും പണത്തിനോടുള്ള ആർത്തി കൊണ്ട് എന്റെ ഭർത്താവ് അച്ഛ വീട്ടിൽ പോയി താമസിക്കുന്നൊന്നുമില്ല. അതിന് നിനക്കെവിടാടി വീട്? ആരാടി നിന്റെ അച്ഛനും അമ്മയും? അയ്യോ, സത്യമാണ് ഗൗരിയേച്ചി പറയുന്നേ. സ്വാതിയടുത്തേക്ക് ബന്ധുക്കളാരുല്ലേ? അപ്പൊ അനാഥയാണ് സ്വാതിയടുത്തി. നിർത്തടി. എന്റെ അച്ഛന്റെ മഹത്വം എന്താന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ പ്രസവിച്ച എന്റെ അമ്മ അനുഭവിച്ച സങ്കടങ്ങളും എനിക്കറിയാം. പക്ഷേ ഇതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിച്ചാ നീ എന്തു മറുപടി പറയും? എന്തായാലും
ഞാൻ നീലിന്റെ മുന്നില് കുറച്ച് കൂടുതൽ കരഞ്ഞു കാണിച്ചപ്പോ നീല് നിന്നെ തല്ലി. ഇതൊരു തുടക്കം മാത്രമാടി. അപ്പൊ ഭർത്താവിന് തല്ലി കിട്ടിയ ദുഃഖമല്ല നിനക്ക്, എനിക്ക് അടി കിട്ടിയതിന്റെ സന്തോഷമാ അല്ലേടി? അതേടി, സന്തോഷം തന്നെയാ. എത്ര നാളായി ഈ സന്തോഷം കാണാൻ കാത്തിരിക്കാ ഞാൻ. ഇതിനെ ഒരു നാടൻ പ്രയോഗമുണ്ട്, മകൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കണ്ടാ മതിയെന്ന്. നിനക്ക് ഇനിയും ഇതുപോലെ നീലിന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുമെങ്കിൽ രാജീവേട്ടന്റെ ഒരു കയ്യോ കാലോ ഒടിഞ്ഞാലും ഞാൻ അതങ്ങ് സഹിക്കും. എനിക്കെതിരെയുള്ള നിന്റെയൊക്കെ പദ്ധതികൾ അറിയാത്തവളല്ല ഈ സ്വാതി. നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. നിന്നെയൊക്കെ തല്ലിയത് ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഈ വീട്ടിൽ കയറി വന്ന് ചെയ്തതിനുള്ള ശിക്ഷ അവന് ഞാൻ കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതാരാണെന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് തുറന്ന് പറയുകയും ചെയ്യും സമയാവുമ്പോ. പക്ഷേ ഇപ്പൊ നിങ്ങളോടത് പറയാൻ എനിക്ക് മനസ്സില്ല. കടന്നു പോയിനടി. പറഞ്ഞ മനസ്സിലാവില്ലേ? ഇറങ്ങടി. എന്നാലും നീ അവളെ തല്ലണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാരും കൂടി നിന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ചാണെന്നേ സ്വാതി കരുതുള്ളൂ. അതിനിപ്പോ എന്താ കുഴപ്പം? നീ അതൊന്നും കാര്യമാക്കണ്ട നീലേ. അവക്കേ 2 അടിയുടെ കുറവുണ്ടായിരുന്നു. ഓ, ഇക്കണ്ട തോന്നിയ ദിവസങ്ങളെല്ലാം കാണിച്ചിട്ട് ഒരു കൂസലില്ലാതെ അവള് പറഞ്ഞത് കേട്ടില്ലേ, എനിക്കൊന്നും വഴിയില്ലാന്ന്. അവക്കേ ഇനി 2 എണ്ണോടെ കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഭാനുമതിയും ദേ, നീ ഇനി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇവരെ തമ്മിൽ തല്ലിക്കാനാണോ നീ ശ്രമിക്കുന്നത്? ഓ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തല്ലാൻ വലിയ മിടുക്കാണല്ലോ. പറ്റുമെങ്കിലേ നിങ്ങൾ അവക്ക് പോയി 2 എണ്ണം കൊടുക്ക്. സ്വന്തം മോൻ ഈ അവസ്ഥ കിടക്കുമ്പോഴും നിങ്ങൾ അവക്കെന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? അതോ അവൻ നിങ്ങളുടെ മോനല്ലേ? അമ്മായി, സംഭവിച്ചതൊന്നും തിരിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങള്. ഇനിയും നമ്മൾ ആരെയും അടിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. എന്തായാലും പോലീസിൽ കേസ് കൊടുത്തിട്ടില്ലേ, അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അതെ, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പാഴൂർ പടിപ്പുരെ പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമില്ല. അതെ, നേരത്തെ നീ അവക്ക് കൊടുത്ത പോലെ ഒരു 3 ആളുടെ അവളുടെ കരണക്കുറ്റി നോക്കി കൊടുത്താലേ നല്ല മണി പോലെ തത്ത പറയുന്ന പോലെ അവള് പറയും. അതെങ്ങനെയാ? നീ അവളുടെ മുന്നിലൊന്ന് നിവർന്ന് നിക്കണ്ടേ? ഇപ്പൊ 1 എണ്ണം കൊടുത്ത തന്നെ എന്തോ ഒരു അബദ്ധം പറ്റിയതാ. ഓ, എന്തൊക്കെ ആരെന്ന് വാരിക്കൊടുക്കുന്നു, പിടിച്ചു നടത്തുന്നു, പല്ല് തേപ്പിക്കുന്നു. അയ്യോ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കട്ടോ. മര്യാദക്ക് നിന്നോട് നിർത്താനാ പറഞ്ഞത്. സ്വാതി ചെയ്ത് തെറ്റിന് ഇവനെ എന്തിനാ ഇങ്ങനെ അധിക്ഷേപിക്കുന്നേ? ആന്റി പറഞ്ഞോട്ടെ അങ്ങളെ, ഭാര്യയുടെ തെറ്റിന് ഭർത്താവിനും പകുതി ഉത്തരവാദിത്വം ഇല്ലേ? എനിക്കിതൊന്നും അല്ല അറിയേണ്ടത്. നീ അവളുടെ ഭർത്താവ് തന്നെ അല്ലേടാ. നിന്നോട് അവളിത് മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ഭർത്താക്കന്മാര് പോങ്ങന്മാരാകുമ്പോഴാ ഭാര്യമാര് തോന്നി വഴിക്ക് പോകുന്നത്. നിർത്താനാ പറഞ്ഞത്. ഓ, ഞാൻ നിർത്തി. എന്നാ പിന്നെ നിങ്ങൾ തന്നെ ചെന്ന് ചോദിക്ക്. എന്റെ കൊച്ചിനെ തല്ലു കൊല്ലാറാക്കിയതും പോരാ, പിന്നെ അവളെ ന്യായീകരിക്കുക. ഓ, മോനെ, നീ ഒന്നും വിചാരിക്കരുത്. ഉള്ളിലെ വിഷമം കൊണ്ടാ അവളി പറയുന്നതൊക്കെ. അവനെ അവളൊന്നും നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. അപ്പൊ പിന്നെ ഈ അവസ്ഥയിൽ അവനെ കണ്ടാലുള്ള കാര്യം പറയാനുണ്ടോ? മോനത് കാര്യമാക്കണ്ട. ഇല്ലെങ്കിലേ, അമ്മമാരുടെ മനസ്സ് നോവുന്നത് എനിക്കറിയാം. സ്വാതി ചെയ്തത് തെറ്റ് തന്നെയാ. അതിന്റെ പിന്നിൽ അവൾ എന്തോ മറയ്ക്കുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ ഇതിൽ കൂടുതൽ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അച്ഛൻ അവളോട് സംസാരിക്കാൻ പോയിട്ടുണ്ട്. അച്ഛനോട് അവൾ എന്താ പറയുന്നത് നോക്കട്ടെ. നോക്കാം. പുരയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനും മീതെ തോണി. അതാണ് പ്രമാണം. മനസ്സിലായില്ലേ? എന്നാ പിന്നെ വേറൊരു രീതി പറയാം. സന്തോഷവും സങ്കടവും മാറി മാറി വരുന്നതാണ് ജീവിതം. ഇപ്പോ നമുക്കിത് സങ്കടം തന്നെയാ. പക്ഷേ ഈ സങ്കടം സന്തോഷമാക്കി മാറ്റുന്നിടത്താ നമ്മുടെ വിജയം. ഒന്ന് ചുമ്മാതിരിക്ക ആന്റി. അടി കിട്ടിയതിന്റെ നീറ്റിലും പുകച്ചിലും ഇതുവരെ മാറിയിട്ടില്ല. ആ സങ്കടം എങ്ങനെ സന്തോഷാക്കുന്നത്? ഹെടി മക്കളെ,
ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പലതും പെണ്ണുങ്ങൾ അങ്ങ് ക്ഷമിക്കും. പക്ഷേ ഒരിക്കലും പൊറുക്കില്ല. മരണം വരെ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ആണുങ്ങളുടെ സമാധാനം കെടുത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ മനസ്സിലായോ? ഞങ്ങളിപ്പോ എന്ത് ചെയ്യണമെന്നാ അമ്മ പറയുന്നത്? എടി മക്കളെ, നിനക്കൊക്കെ ഈ അടി കിട്ടിയതേ ഒരർത്ഥത്തിൽ ദൈവം കൊണ്ടുതന്ന അവസരമായിട്ട് വേണം കാണാൻ. ഈ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതാ നിങ്ങളുടെ മിടുക്ക്. ഗൗരിമോൾക്കിപ്പോ അമ്മ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അമ്മ പറഞ്ഞതാ ശരിക്കുള്ള വഴി. ഞങ്ങൾക്ക് കിട്ടിയ അടിയുടെയും നീറ്റലിന്റെയും പുകച്ചിലിന്റെയും അസ്വസ്ഥതകൾ ഈ വീട്ടിലെ സമാധാനം കെടുത്തണം. അതല്ലേ അമ്മ ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്.